ഈ കഴിഞ്ഞ ദിവസം ഷൈനി എന്ന് പറയുന്ന സഹോദരി മക്കളുമായി ആത്മഹത്യ ചെയ്ത ആ വാർത്തയുടെ കമൻറ്റുകളിലും മറ്റുള്ള ഇടങ്ങളിലുമൊക്കെ ഒരുപാട് ആളുകൾ പലതരം കമൻറ്റുകൾ ഇരുന്ന് കണ്ടു. എന്നാലും ആ കുഞ്ഞിനോട് ഇത് ചെയ്തല്ലോ, ആ കുഞ്ഞുങ്ങളെയെങ്കിലും വെറുതെ വിട്ടുകൂടായിരുന്നോടി എന്നൊക്കെ പറഞ്ഞ് പലരും എഴുതുന്നതായി കണ്ടു. പലപ്പോഴും ഇങ്ങനെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുമ്പോൾ എല്ലാവരും എഴുതാറുള്ളതാണ് ഇങ്ങനെ ചില വാചകങ്ങൾ. ആത്മഹത്യയെ അനുകൂലിക്കുന്നില്ല, ഒരിക്കലും ഒരു ഘടകം വെച്ചും അനുകൂലിക്കാനുമാവില്ല. ജീവിതം അവസാന നിമിഷം വരെ പോരാടാനുള്ളതാണ്. തന്ന ആളിന് മാത്രമാണ് എടുക്കാനുള്ള അവകാശം, നമുക്ക് അവസാനിപ്പിക്കാനുള്ള അവകാശമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ കുഞ്ഞിനെ കൂടി വിട്ടുകൂടായിരുന്നോ, കുഞ്ഞിനെയെങ്കിലും വിട്ടിട്ട് പൊയ്ക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ കുഞ്ഞ് എന്ന് പറയുന്ന ഘടകം കൂടിയാണ് ഈ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വല്ലാതെ സങ്കീർണതയിലും സംഘർഷത്തിലുമാക്കുന്നത്. അത് നാം കാണാതെ പോകരുത്. ഇന്ന് പലയിടങ്ങളിലും പോയി പെണ്ണ് കണ്ടു, നാണം കുണുങ്ങുന്ന ഭാര്യയായി അല്ലെങ്കിൽ പത്നിയായി അല്ലെങ്കിൽ വളരെ നിവർന്ന് തലയുയർത്തി നിൽക്കുന്ന പത്നിയായൊക്കെ കിട്ടിക്കൊണ്ടുവരുമ്പോൾ അവൾ കുറച്ചൊക്കെ ഇൻഡിപെൻഡൻ്റാണ്. ഈ പറയുന്ന പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതകളോ അത്തരം ചിന്തകളോ പലരുടെയും മനസ്സിലുണ്ടാവില്ല. വിവാഹമെന്ന് പറയുന്നതിൻ്റെ ചില അതിഭാവുകത്വവും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച ചില ആശങ്കകൾക്കുമപ്പുറം അവൾ സ്വതന്ത്രയാണ്. പക്ഷെ പിന്നീട് ഈ ഭർത്താവാകുന്നവൻ അല്ലെങ്കിൽ ഇരുവരും ഒരുമിച്ച് ജന്മം നൽകുന്ന കുഞ്ഞുങ്ങൾ അത് രണ്ടുപേരുടേതുമാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇത് ഭാര്യയുടേതാണ് അല്ലെങ്കിൽ അമ്മയുടേതാണ്, ഇതൊരു ലഗേജ് പോലെ പേഴ്സ് പോലെ അങ്ങ് അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ മാത്രം ഉത്തരവാദിത്തമാക്കി മാറ്റുന്നൊരു രീതിയുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മക്കളില്ലാത്ത അല്ലെങ്കിൽ മക്കളെ വിട്ടുകൊടുക്കുന്ന ഒരു ഭാവത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനേ കഴിയില്ല. അതവരുടെ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, കരുണയുടെ ഒക്കെ ദൗർബല്യമാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവരെ അങ്ങ് ഏൽപ്പിച്ച ശേഷം യവൻ സ്വതന്ത്രനായി ഈ കുഞ്ഞിനെയും തള്ളയെയും ഉൾപ്പെടുന്ന ആ ഒരു ഫാമിലിയെ തന്നെ ഈ ആക്രമിക്കാനും അതുപോലെ തന്നെ എന്തെല്ലാം തരത്തിൽ ദ്രോഹിക്കാമോ, അപവാദം പറയാമോ, ഇതൊക്കെ പറയാൻ ഈ പറയുന്ന കാട്ടുമൃഗം ഭർത്താവെന്ന് പറയുന്നവൻ തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം എത്ര ക്രൂരമാണ്. അങ്ങനെ പറയുന്നതിലൂടെ സ്വന്തം മക്കളുടെ ജീവിതം കൂടിയാണ് പ്രതിസന്ധിയിലാവുന്നതെന്നും സ്വന്തം അതായത് ഇവൻ്റെ തന്നെ മക്കളെയാണ് ഇവൾ ഈ പറയുന്ന എല്ലാ സമ്മർദ്ദത്തിൻ്റെ നടുവിലും ഇവൾ പോറ്റുന്നതെന്നും അതാണ് ഇവൾക്ക് കൂടുതൽ ഭാരമെന്ന് പോലും ഇവരറിയുന്നില്ല. പലപ്പോഴും ഉണ്ടാകാറുള്ളൊരു സംഗതി അതാണ്. എത്രയോ സ്ത്രീകളാണ് ഈ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം ചെലവിന് തരുന്നില്ല, അതിനും വീണ്ടും കോടതിയിൽ പോയി ചെലവിന് ചോദിക്കാൻ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയെ മാത്രമാണ് ഇവൻ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ ഇവൻ്റെ അഭ്യാസവും കൂടിയാണ് ആ ജനിക്കുന്ന കുഞ്ഞെന്ന് പറയുന്നത്. ആ കുഞ്ഞുങ്ങളുടെ ബാധ്യത മുഴുവൻ അവരുടെ തലയിലേക്ക് നൽകി അല്ലെങ്കിൽ അത് അങ്ങോട്ട് തിരികെ വെച്ചു കൊടുത്ത ശേഷം ഇവൻ വീണ്ടും ദ്രോഹിക്കാൻ നടക്കുന്ന എന്ത് തോന്നിയാസമാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ ഏറ്റവും നല്ല സേഫസ്റ്റ് സോൺ എന്ന് പറയുന്നത് അവർക്കൊരു വരുമാനമാകുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ്. അവർക്ക് സ്വന്തമായൊരു വരുമാനവും സ്വന്തമായൊരു ഇമോഷണൽ ഇൻഡിപെൻഡൻസും, വരുമാനം മാത്രം പോരാ, സ്വയം ഒരു ഇമോഷണൽ ഇൻഡിപെൻഡൻസും സ്ത്രീകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുക, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങൾക്ക് വില കൽപ്പിക്കുക, നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുക, നിങ്ങൾ നിങ്ങളെ നോക്കുക എന്ന് പറയുന്നൊരു ദൗത്യം, ആ കാര്യം കൂടി നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി സ്വയം എടുത്തേ മതിയാവൂ. അത് മറ്റാരും നിങ്ങൾക്ക് അനുവദിച്ച് നൽകില്ല, നിങ്ങൾ തന്നെ സ്വയം രൂപപ്പെടുത്തിയെടുക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ ആത്മഹത്യയുടെ വാർത്ത കണ്ടപ്പോഴും അതിൻ്റെ ചില കമൻറ്റുകൾ കണ്ടപ്പോഴും ഓർത്തുപോയതാണിതൊക്കെ.